ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 കുറച്ച് മുൻപ് ലൈവിൽ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. 8 വോട്ടുകളായിട്ട് ജിസയിലും 14 വോട്ടുകളുമായിട്ട് നമ്മുടെ ലക്ഷ്മിയും ജയിലിൽ നോമിനേറ്റഡായി. ഇവിടെ ലക്ഷ്മിക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ലക്ഷ്മി ഇത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണ് ഈ ഒരു സംഭവം. ഇന്നലത്തെ ആ ഒരു ഒനിലിൻ്റെ പ്രശ്നത്തെ തുടർന്ന് എന്തായാലും ജയിലിൽ പോകുമെന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ ജിസയിൽ അങ്ങനെയല്ല. ജിസയിൽ ഇവിടെ കിടന്ന് കരയുന്നുണ്ട്, ട്രിഗറായിട്ടുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, 8 പേരിൽ 2 പേര്, ഒന്ന് അക്ബറും ഒന്ന് ബിന്നിയുമാണ് നോമിനേറ്റ് ചെയ്തത്. അറിയാലോ അവരെങ്ങനെയായിരുന്നു വെച്ചാൽ അടയും ചക്കരയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനൊരു നോമിനേഷൻ വന്നപ്പോൾ ജിസയിലിനത് സഹിക്കാൻ പറ്റിയില്ല. ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാതെ ഇപ്പോൾ അക്ബർ ലക്ഷ്മിയുടെ പേര് പറയുന്നതിന് മുന്നേ ഫസ്റ്റത്തെ പേരായിട്ട് ജിസയിലിൻ്റെ പേര് പറഞ്ഞു. അവിടെയാണ് ജിസയിലിന് ട്രിഗറായത്. ഇതെല്ലാം കഴിഞ്ഞു. അടുത്ത സെക്ഷൻ ആര്യനാണ്. ആര്യനിലോട്ട് എന്താ പറയുക, ആര്യൻ പറയേണ്ട ഒരു സെക്ഷൻ വന്നപ്പോഴേക്കും നമുക്കറിയാം ജിസയിലിൻ്റെ ഒരു നിഴലാണ് ആര്യൻ. ജിസയിലിനെ വേദനിച്ചപ്പോൾ അതിനേക്കാൾ കൂടുതൽ ട്രിഗറായതും വേദനിച്ചതും ആര്യനാണ്. ആര്യൻ അക്ബറിനെയും ബിന്നിനെയും നല്ലൊരു പെടുത്തലങ്ങ് പെടുത്തി കളഞ്ഞു. കള്ളാട്ടോ പറഞ്ഞത്, വന്ന് നല്ല പച്ചക്കള്ള പറഞ്ഞത്. ജിസയിലിന് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഇവർ ഗ്രൂപ്പായിട്ട് തിരഞ്ഞ് സംസാരിച്ചെടുത്തൊരു കാര്യമായിരുന്നു ഈ ജയിൽ നോമിനേഷൻ എന്നുള്ളത്. ഇത് മതിയിലെ വീട്ടുകാരെല്ലാവരും അത് വിശ്വസിച്ചു. ഇവർ മനഃപൂർവ്വമാണ് ജിസയിലിനെ നോമിനേറ്റ് ചെയ്തതെന്നുള്ള കാര്യം എല്ലാവരും വിശ്വസിച്ചു. അവിടെ അവർക്കെതിരെ തിരുത്തി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. നോമിനേഷൻ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അക്ബറും ആര്യനും സംസാരിക്കുന്നതിൻ്റെ നേരത്താണ് നമുക്കിത് മനസ്സിലാവുന്നത്. പച്ചക്കള്ളമാണ് ആര്യൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാട്ടോ, അക്ബർ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിന് മുന്നൊക്കെ ഒരു ഗ്രൂപ്പ് വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ തന്നെയാണ് ജയിലിലോട്ടും അതുപോലെ തന്നെ ഓരോ നോമിനേഷനകത്തോട്ടും ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ ലൈവ് കാണുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും അതിനുശേഷം നമ്മുടെ ജിസയിലിൻ്റെ പുറകെ കിടന്ന് ആര്യനും ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അക്ബർ കാല് പിടിച്ച് പുറകെ പോകുന്നുണ്ട്. പറ്റിപ്പോയ അബദ്ധത്തിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാവോ, ജിസയിൽ ഉണ്ടാക്കുന്ന ഫുഡെല്ലാനും അക്ബർ കഴിച്ചിട്ടുള്ള ആളാണ്. ജിസയിലിനൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെയും. അതുകൊണ്ടിട്ടാണ്. അതേസമയം ബിന്നി ആര്യൻ്റെ പുറകെ ചെന്നിട്ട് നീ എന്തിനാണ് ഇത് പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആര്യൻ എനിക്കിതിനോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് ബിന്നിനെ ഓടിച്ചു വിടുന്നുണ്ട്. ബിന്നി അത് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടാണ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ജിസയിൽ കാരണം എല്ലാവരും പെട്ടു. അക്ബറും ബിന്നിയും ആര്യനും പെട്ടിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോനകത്ത് ജിസയിലിൻ്റെ ഇന്നത്തെ ഇത്രയും ദിവസത്തെ ഗെയിമുകൾ എങ്ങനെയായിരുന്നു എന്നൊന്ന് വിലയിരുത്താം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.